ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാം. ചിക്കൻ വിത്ത് പൊട്ടറ്റോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകളും കൂടെ നോക്കാം. ഇതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് റോസ്റ്റായി വരും. ഈ ചിക്കനും പൊട്ടറ്റോ ഒന്ന് തിരിച്ചിടാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ഇടാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു തൊണ്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇടാം. ഈ മസാല എല്ലാം മൂക്കാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇത് നമുക്ക് ചിക്കൻ പൊട്ടറ്റോ അതിനകത്തേക്ക് നമുക്കിത് തട്ടിയിടാം. ഈ ചിക്കനുമായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇനി ഇത് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ ചിക്കൻ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.